കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. INTUC ചെയർമാൻ ആർ ചന്ദ്രശേഖർ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. തീരുമാനം ഇന്ന് കോടതിയെ അറിയിക്കും. LDF സർക്കാരിന്റെ കാലത്ത് കോടതി 3 തവണ നിർദ്ദേശിച്ചിട്ടും പ്രോസിക്യൂഷൻ നൽകാത്ത കേസ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും കസ്റ്റംസ് ചോദ്യം ചെയ്യും. ദുൽഖറിന്റെ ആദ്യ മൊഴി വിശ്വസിക്കാതെ കസ്റ്റംസ് ചെന്നൈയിലെ വീട്ടിലടക്കം പരിശോധന നടത്തും. 4 വാഹനങ്ങൾ കൂടി നിരീക്ഷണത്തിൽ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകേച്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. സെമി കണ്ടക്ടർ നിർമ്മാണം, AI, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ വൻകിട സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ഏതെന്ന തർക്കം തീർപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിമതർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. പാർട്ടി ചിഹ്നവും പേരും ഏത് വിഭാഗമാണെന്ന കാര്യത്തിൽ കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും. ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. കോങ്കോയ്ക്കെതിരെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ ഇതിഹാസ താരം പെലെയുടെ ഗോൾ റെക്കോർഡ് മറികടന്നു. സെനഗലിനെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 3-2 വിജയം സ്വന്തമാക്കി ബെൽജിയം. വടക്കൻ കേരളത്തിൽ നിന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടം. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലാകുന്നതിനെതിരെ പ്രതിഷേധവുമായി ബസ് ഉടമകൾ. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഇന്ന് ബസ് ഉടമകളുടെ മാർച്ച്. പത്തനംതിട്ടയിൽ അടുത്തയാഴ്ച സൂചനാ സമരം. തൊഴിൽ നഷ്ടമാകുമെന്ന ആശങ്കയിൽ ബസ് ജീവനക്കാർ.